എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വെക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വാസ്തുപ്രകാരം കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വെക്കാം, എങ്കിലും ദോഷങ്ങൾ ഒഴിവാക്കാൻ കട്ടിലിന് തൊട്ടരികിലോ തല വയ്ക്കുന്ന ഭാഗത്തോ വെക്കരുത്. കട്ടിലിൽ നിന്ന് അല്പം അകലെയായി മുറിയുടെ തെക്ക് കിഴക്കേ മൂലയിലോ വശങ്ങളിലോ വെക്കുന്നതാണ് നല്ലത്. കിടപ്പുമുറിയിൽ വയ്ക്കുമ്പോൾ കിടക്കയും ചെടിയും തമ്മിൽ 5 അടിയെങ്കിലും അകലമുണ്ടായിരിക്കണം. ഉണങ്ങിയതോ കരിഞ്ഞതോ ആയ ഇലകൾ ദിവസവും നീക്കം ചെയ്യുക. ചെടി ഒരിക്കലും വാടാൻ അനുവദിക്കരുത്. പച്ചയോ നീലയോ നിറമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഐശ്വര്യം നൽകും. സമാധാനം, സമൃദ്ധി, ആരോഗ്യം, സന്തോഷം എന്നിവ ആകർഷിക്കാൻ മണി പ്ലാന്റിന് കഴിയും. മണി പ്ലാന്റിന് വാസ്തുശാസ്ത്രത്തിൽ പ്രാധാന്യമുണ്ട്. അതിന് വായുവിനെ ഫിൽട്ടർ ചെയ്യാൻ കഴിയും. അതുവഴി വീട്ടിൽ പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ കഴിയും. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് അനുയോജ്യമായ ദിശകൾ കിഴക്ക്, തെക്ക്, വടക്ക്, തെക്ക് കിഴക്ക് എന്നിവയാണ്. പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ദിശകൾ പൂർണ്ണമായും ഒഴിവാക്കുക. മണി പ്ലാന്റ് രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ കഴിയും. അതിനാൽ കിടക്കയിൽ നിന്ന് 5 അടി അകലത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഇത് വയ്ക്കുമ്പോൾ മുറിയിലെ ഈർപ്പം അളവ് അനുയോജ്യമായിരിക്കണം. എയർ കണ്ടീഷനിങ് ഉപകരണങ്ങൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് മണി പ്ലാന്റിന് ക്ഷീണം വരുത്തും. മണി പ്ലാന്റ് വളർത്തുന്നതിന് വേരുകൾ വിടരാനും വളരാനും മതിയായ ഇടം ഉറപ്പുവരുത്തുക. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വളർത്തുന്നത് ശാന്തതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കും. കിടപ്പുമുറി ഒരു വ്യക്തിയുടെ ദിവസം അവസാനിച്ചു കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന സ്ഥലമായതിനാൽ അത്തരമൊരു അന്തരീക്ഷം വളരെ ആവശ്യമാണ്. ഉറക്കമില്ലായ്മ, രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കിടപ്പുമുറിയുടെ ഇൻറ്റീരിയറിൽ മണി പ്ലാന്റ് വളർത്താവുന്നതാണ്. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക, നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുക, നിങ്ങളുടെ അലസതയെ മറികടക്കുക എന്നിവ ഇതിൽപ്പെടും. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വയ്ക്കുന്നതിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ഓക്സിജൻ ഉപയോഗിച്ച് പഴകിയ വായു മാറ്റി വായു ഫിൽട്ടർ ചെയ്യുന്നു. പരിസ്ഥിതി ശുദ്ധീകരിക്കാൻ ദോഷകരമായ വികിരണം ആഗിരണം ചെയ്യാനും ഇതിന് കഴിവുണ്ട്. വീടിന് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ഒരു ഘടകം കൊണ്ടുവരുന്നു. വീട്ടിലെ നെഗറ്റീവ് എനർജികൾ ആഗിരണം ചെയ്യുന്നതിലൂടെ അസുഖകരമായ വായുവിനെ നിർവീര്യമാക്കുന്നു. സമ്പത്ത് ആകർഷിക്കാൻ, അതുവഴി സമൃദ്ധി ഉറപ്പാക്കാനും കഴിയും. സമ്മർദ്ദം കുറയ്ക്കുകയും ഉറക്കത്തകരാറുകളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യാൻ മണി പ്ലാന്റിന് കഴിയും. കിടപ്പുമുറിയിൽ വാസ്തുപ്രകാരം വടക്ക് ദിശ കുബേരൻ്റേതാണ്. അതിനാൽ മണി പ്ലാന്റ് ഒരു നീല കുപ്പിയിൽ വടക്കോട്ട് അഭിമുഖമായി വെക്കുന്നത് സമ്പത്തും ഐശ്വര്യവും ആകർഷിക്കും. കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വെക്കുന്നത് സ്വാധീനമുള്ള ആളുകളുമായി സമ്പർക്കം വെക്കുന്നത് നിങ്ങളുടെ സാമൂഹിക ഇടപെടൽ വലയം വികസിപ്പിക്കുന്നതിന് മണി പ്ലാന്റ് കിഴക്കോട്ട് അഭിമുഖമായി ഒരു പച്ചക്കുപ്പിയിൽ വെക്കുക. തെക്ക് ദിശ പ്രശസ്തിയും വികസനവും സൂചിപ്പിക്കുന്നു. തെക്ക് ദിശയിലേക്ക് അഭിമുഖമായി മണി പ്ലാന്റ് വളർത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. തെക്ക് കിഴക്ക് ഈ ദിശ ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്നു. പണത്തിൻ്റെ ഉദാരമായ ഒഴുക്ക് ഉറപ്പാക്കാൻ മണി പ്ലാന്റ് ചുവന്ന അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള ഒരു പാത്രത്തിൽ മണ്ണിൽ വെക്കുന്നതാണ് നല്ലത്. മണി പ്ലാന്റ് പടിഞ്ഞാറ് തെക്ക് ദിശയിൽ വളർത്തുന്നത് ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളുടെ കരിയറിൽ അസ്ഥിരത ഉണ്ടാക്കും, ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യും. മണി പ്ലാന്റ് വെക്കുന്നതിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മണി പ്ലാന്റ് ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കരുത്. ഈ ദിശയിൽ മണി പ്ലാന്റ് നടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരും. എപ്പോഴും തെക്ക് കിഴക്ക് ദിശയിലാണ് വളർത്താൻ നല്ലത്. മണി പ്ലാന്റ് വേഗത്തിൽ വളരുന്നതിനാൽ അതിൻ്റെ വള്ളികൾ നിലത്ത് എത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം. അതിൻ്റെ വള്ളികളെ സഹായിക്കാൻ ഒരു കയർ ഉപയോഗിക്കുക. അങ്ങനെ അത് മുകളിലേക്ക് വളരും. വാസ്തുപ്രകാരം വളരുന്ന വള്ളികൾ വളർച്ചയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. വാസ്തുപ്രകാരം ഉണങ്ങിയ മണി പ്ലാന്റ് നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു.
അത് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന മണി പ്ലാന്റിൽ നിന്ന് അതിൻ്റെ ഒരു തണ്ടോ ചെടിയോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യത്തിൻ്റെ ദേവനെ ശല്യപ്പെടുത്തുമെന്ന് വാസ്തുവിൽ സൂചിപ്പിക്കുന്നു. കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വെള്ളത്തിൽ സൂക്ഷിക്കരുത്. നിങ്ങളുടെ മണി പ്ലാന്റ് വെട്ടിമാറ്റാൻ മറ്റാരെയും അനുവദിക്കരുത്. മണി പ്ലാന്റ് ചുവന്ന നിറത്തിലുള്ള സാധനങ്ങൾക്ക് സമീപം വയ്ക്കുന്നത് ഭാഗ്യം വരുന്നത് തടയും. ഐശ്വര്യം ക്ഷണിച്ചു വരുത്താൻ മുളയോട് കൂടിയ മണി പ്ലാന്റ് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമസ്കാരം.